പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കെങ്ങും വേണ്ട. എയ്ഡ്സ് ഉള്ള കാലവാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, വനജെ ചേട്ടനോട് പോയി. ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല. വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? അമ്മേ, ഞാൻ പോകുന്നു. മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടമല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി, എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചരാന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനൽക്ക് തട്ടലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞേ? അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കുറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര, വിചാരിക്കുന്ന സംഭവം നിസ്സാരമല്ല. നോക്കാം. അതേടോ. നമസ്കാരം. എന്താ പഞ്ചായത്ത് മെമ്പർ ഈ വഴിക്ക്? വെറുതെ വന്നതാ. ഈ സിറിയ കൂരിക്കാടൻ പുതിയ എസ് ഐ ആണോ? പഴയ എസ് ഐ തന്നെ, പക്ഷെ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്കുക. ആളെങ്ങനെയാ? ഞാൻ കണ്ടിട്ടില്ല. താൻ അറിയോടോ? പിന്നെ അറിയും. ഞാൻ പുതുക്കാടുണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് കാണും. പ്രാക്ക് സിറിയക്കെന്ന ഇരട്ട പേര്. രാക്കോ? അതെന്തിരട്ട പേരാടോ? എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. പ്രത്യേകിച്ചും പെണ്ണുങ്ങടെ. അപ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് അർത്ഥം. എടോ നാരായണ, താനൊന്നും അവിടെ ഉണ്ടാവണം. ആരും ഇല്ലെങ്കിലേ കൂലിക്കാരൻ വന്ന ഉടനെ ചൂടാവും. ശരി സാർ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വൈദ്യുതിപ്പഴപ്പല്ലേ. ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നോ? ഒന്നിട്ട് പോക്കെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്നും പറഞ്ഞ വിചാരമുണ്ട്. നിന്റെ ആശാമ നിന്നെയും
ഇനി എന്റെ പിള്ളേരെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങാ പൊടുന്ന പോലെ ഞാൻ പൂളിക്കളയും. പോന്നീ പോടാ പോടാ. നിനക്ക് വേണോടി? ഹായ്, നല്ല മണം. എവിടുന്ന ഏട്ടാ? ദുബായിന്നാ? എനിക്ക് തരുവോ? കിട്ടുന്നൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തു. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം, പോരെ? ആശാനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിച്ചാ അടിക്കാം. അടി ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? ഇവിടം വരെ. എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാറ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് അല്ല ആശാനെ, എടാ ഭരത, നീ ഈ കിട്ടണ കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷാർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. ഞാൻ അടിക്കണം. ഷാർട്ടാവില്ല. ഒന്ന് തള്ളി ഇറക്കിയവ. അവള് പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോണു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? നീ അത് കള. നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9 വണ്ടി കിട്ടുമോ? എനിക്ക് മാങ്ങാ തരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ?